Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. കൂകിപ്പാടും ഒരു പെണ്ണേ, തത്തി തത്തി പാറി നടക്കും തത്തമ്മ പെണ്ണേ, കുറുകുറുകിപ്പാടും കാക്കച്ചിയമ്മേ, തുരുതുറവെയ്യുന്ന മഴയിൽ പാടി ആടിവാ. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. The shining star of Jesus. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. Johnny. വിരിയുന്ന ഓരോ പൂവിതളുകളിലും ദൈവഹിതം കോറിയിട്ടിട്ടുണ്ട്. ചെടി മുളയ്ക്കും, വളരും, പൂവിടും, ഒരുപാട് മനുഷ്യരെ സന്തോഷിപ്പിക്കും. പിന്നെ അത് സൂര്യന്റെ ചൂടിൽ വാടി തളർന്ന് മണ്ണിൽ മറയും. ഒരു ചെറിയ ജീവിതം, പക്ഷേ പൂക്കളെ നോക്കുന്നവർക്ക് ഒരു തരി സന്തോഷം. അത്രമാത്രം മതി നമ്മുടെ ജീവിത ലക്ഷ്യം. പൂക്കളുടെ പാഠം നമുക്ക് മറക്കാതിരിക്കാം. ഇന്നത്തെ പ്രസംഗം കേട്ടിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. അത്ഭുതം! ജോപ്പൻ ഉറങ്ങാത്ത പ്രസംഗം ഞാൻ വിശ്വസിക്കില്ല. കേട്ടപ്പോ വീണ്ടും ഒരിത്. പൂക്കളെ പറ്റി ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേയില്ല. ശരിയാ, ആരോടും പരാതിയില്ലാതെ പരിഭവമില്ലാതെ എല്ലാവരെയും രസിപ്പിച്ച് അങ്ങനെ അങ്ങ് പോകും. കുട്ടികളായി നമ്മൾ ജനിക്കുമ്പോഴും കരച്ചിൽ, വളരുമ്പോഴും കരച്ചിൽ. പക്ഷെ മനസ്സിനൊരിത്. പൂക്കളെ കാണുമ്പോൾ ഒരു ബഹുമാനം പോലെ. ഒരിതൊക്കെ ഉണ്ടാവും. ഇന്ന് ആടിനെ തീറ്റണ്ടേ ജോപ്പാ? ആടിനി എന്നെ തീറ്റട്ടെ. പുല്ലൊക്കെ ഉണങ്ങി. എന്തൊരു വെയില. അരുവി വറ്റി. പൊടിക്കളത്തെ കണ്ടിട്ട് ഒരുപാട് നാളായി. നമുക്ക് വേഗം പോയി ഭക്ഷണം കഴിച്ചു വരാം. ജോപ്പന്റെ ആടിനെ തീറ്റുകയും ചെയ്യാം. എന്റെ ഈശോപ്പാ, എന്റെ കുരിശ്. പ്രകൃതി എന്റെ കണക്കിന്റെ പേപ്പർ പോലെയായി. പച്ചപ്പുള്ളതൊന്നും ഇല്ല കിങ്ങിണി. പുല്ലുള്ള സ്ഥലം പൊടിക്കളത്തിന് മിക്കുവിനും അറിയാം. അവരെ കണ്ടിട്ട് എത്ര ദിവസമായി. നമുക്ക് പോയി നോക്കാം. പക്ഷെ ജോണിയും ജോമിയും വരട്ടെ. ഇതെന്താവേ, ജലവിതരണമോ? അതെ, അരുവി വറ്റി. ഇനി പാവം പക്ഷികൾ എന്തു ചെയ്യും? നമുക്ക് വെള്ളം ചോദിച്ചു വാങ്ങിക്കാം. നമ്മുടെ വീടിനടുത്തുള്ള ഓരോ ജീവജാലവും ദാഹിച്ചലയരുത്. ജോണി, ഞാൻ അത്ര ഓർത്തില്ല. ഒരാടും പച്ചപ്പുല്ല് കിട്ടാതെ അലയരുത്. എനിക്കിട്ട് താങ്ങി. ഒത്തിരി ഉപകാരം. ബട്ട് ഒരു ഉപകാരം കൂടി ചെയ്തു തരുമോ?
മരത്തിന്റെ ചോട്ടിലെ ഉണങ്ങിയ പുല്ലുകളൊന്ന് മാറ്റി തരുവോ? കാട്ടുതീ പിടിച്ച് ഞങ്ങൾ നശിക്കും. അത് ഞങ്ങൾ ഇപ്പൊ നിരപ്പാക്കി തരാം. നന്ദി, നന്ദി. ഒരിക്കലും മറക്കില്ല നിങ്ങളുടെ നല്ല മനസ്സിനെ. ഇനി നമ്മുടെ പൊടികളത്തെയും മിക്കുവിനെയും കണ്ടുപിടിക്കണം. എന്നിട്ടേ വിശ്രമമുള്ളൂ. അവർക്കറിയാം പച്ചപ്പുല്ലുള്ള സ്ഥലം. ഈ മരം കൂടി ഉണങ്ങിയാൽ എല്ലാ പ്രതീക്ഷയും തീരും. അത് നമ്മൾ ഉണക്കില്ല. നിക്കൂ, നമ്മുടെ പിള്ളേരെ കണ്ടിട്ട് എത്ര കാലമായി. അവര് പരീക്ഷാ തിരക്കല്ലേ, പിന്നെ നമ്മളെ ഈ പരുവത്തിൽ കാണാതിരിക്കുന്നതല്ലേ നല്ലത്. അത് ശരിയാ. 2 മഴ പെയ്ത് കാട് തളിർക്കട്ടെ. ഇതെന്നെ കോലമാ പൊടിക്കളം. കഷ്ടം. അയ്യോ, അത് വേണ്ട. നിങ്ങൾക്ക് ഇത് മാത്രമല്ലേ ഉള്ളൂ. ഇതെന്ത് രൂപമാ മിക്കു? ജീവിതം വസന്തം മാത്രമല്ല ജോണി, വേനലും ചൂടും എല്ലാം അതിന്റെ ഭാഗമാ. ഭക്ഷണം മുൻകൂട്ടി കരുതി വെക്കാൻ ഞങ്ങൾക്ക് ദൈവം അനുവാദം തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പച്ചയും പഴുത്തതും മാത്രമല്ല, ഉണങ്ങിയതും വാടിയതൊക്കെ കഴിക്കും. അതാണ് സൃഷ്ടിച്ചവന്റെ ഇഷ്ടം. ഞങ്ങൾക്കത് ജീവിത നിയമം. പക്ഷേ പൊടിക്കളത്തിന് മനസ്സ് വെച്ചാ ഒരല്പം കൂടി തടി കൂട്ടാമായിരുന്നു. അതെങ്ങനെ? നമ്മുടെ കാട്ടിലെ അതിമനോഹരമായൊരു സ്ഥലമുണ്ട്. ഏതു വേനലിലും നല്ല നല്ല പച്ചപ്പുള്ള സ്ഥലം. അതെ, മറ്റാനകൾക്കൊന്നും ആ സ്ഥലം അറിയില്ല. പൊടിക്കളത്തിന് മാത്രമേ അറിയുള്ളൂ. അത്രയും ഭംഗിയാണോ? കണ്ണടച്ചോ, ഞാൻ വിവരിക്കാം. അതെ, നമ്മൾ അതിന്റെ തൊട്ടടുത്താ ഉള്ളത്. നമ്മൾ ഒരു ഉയർന്ന പാറയുടെ മുകളിൽ നിൽക്കുന്നു. നമുക്കവിടെ പോയാലോ? നമ്മൾ പോകുമല്ലോ. പക്ഷേ പൊടിക്കളം പോവോ? വാ പൊടിക്കളം, ചുമ്മാ ഒരു നടത്തം. അതെ, പൊടിക്കളം വരില്ല. ഞാൻ വരാം. നിങ്ങളത് കാണാൻ വേണ്ടിയാണ് ഞാൻ അവിടെ പോവാതിരുന്നത്. അതെന്താ? അതൊക്കെ ഞാൻ അവിടെ വെച്ച് പറയാം. ദൈവമേ, എന്തൊരു ഭംഗി! ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. ഇവിടുത്തെ പുല്ലാണ് പുല്ലേ. പൊടിക്കളങ്ങൾ താഴെ പോയ കുളത്തിലിറങ്ങി ആ പന തകർത്തൊന്ന് അടിച്ചു പൊളിക്കാൻ പാടില്ലേ? പൊടിക്കളം പോകില്ല. അതാ പൊടിക്കളം. പൊടിക്കളം അങ്കിൾ, കാര്യം പറ, എന്താ പോകാത്തത്? കാര്യം പറ അങ്കിൾ. പറയാം. ആന കയറിയ കാട് എങ്ങനെ ഇരിക്കും? ഈ ശരീരം വലുതല്ലേ. ഞാൻ അവിടെ വന്നിറങ്ങിയാൽ ഇപ്പോ നിങ്ങൾ ഈ കാണുന്ന അതിമനോഹരമായ സ്ഥലം ചെളിക്കൂമ്പാരമാകും.
ഉറപ്പ്. ഒരു പക്ഷെ ഇരിക്കാക്കുളത്തിൽ ആടി തിമിർക്കാം, പന തിന്നാം. പക്ഷേ ഞാനൊരാൾ മാത്രം അത് ആസ്വദിക്കുമ്പോ അതൊരു ശരിയുള്ള കാര്യമാണോ? എത്ര പേർക്ക് ആ മനോഹരമായ സ്ഥലം നഷ്ടമാവും? ഒരാളുടെ കൊതി മറ്റനേകം പേരുടെ സങ്കടത്തിന് കാരണമാകും. അത് വേണോ? മോഹമില്ലാതെ പ്രപഞ്ചത്തെയും മറ്റുള്ളവരെയും നോക്കുന്നവനാണ് ഉന്നതൻ. നോക്കിയേ, കാർമേഘം കനക്കുന്നു, മഴ വരും. വീണ്ടും എല്ലാം തളിർക്കും. അപ്പോൾ പൊടിക്കളം വീണ്ടും തടിക്കും. വേനലായാലും മഴയായാലും ചോപ്പായി മത്തങ്ങ പോലെ ഉരുണ്ടിരിക്കും. പൊടികളം അങ്കിൾ, നിങ്ങൾ ഭയങ്കര സംഭവമാ. മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി പട്ടിണി കിടന്നു. അതിനാൽ മനോഹരമായി ഈ പ്രദേശം നിലനിൽക്കുന്നു. പരോപകാര പ്രവണമാണ് പ്രപഞ്ചം. ഇതാണ് ദൈവം പ്രപഞ്ചത്തിൽ എഴുതിയ സുവിശേഷം. പ്രകൃതി നൽകുന്ന പരിമിതികളിൽ പരാതിയില്ലാതെ ജീവിക്കാൻ അനുവദിക്കുക. ഇതാണ് ദൈവം പൊടികളത്തിന്റെ ഉള്ളിൽ കോറിയിട്ട സുവിശേഷം. പൂവിതളിൽ വിരിഞ്ഞ ദൈവത്തിന്റെ ഇഷ്ടം പോലെ. മുളയ്ക്കുന്നു, തളിർക്കുന്നു, പൂക്കുന്നു, കൊഴിയുന്നു. പ്രകൃതി ദൈവത്താൽ സമ്പൂർണം. എന്നാ ഞാനിനിയൊരു സത്യം പറയാം. ആന കേറിയാൽ കുളമാവുന്നത് പോലെ ആട് കേറിയാൽ ഒരു പ്രദേശം കുളമാകില്ല ചോപ്പായി. ആട് കടിച്ചാൽ മുളക്കില്ല കുട്ടി. വിവരമില്ലാത്ത ആട് കടിച്ചാൽ വിവരമുള്ള ചെടി ഏതായാലും മുളയ്ക്കൂല. വംശീയാധിക്ഷേപം. വിട്, എനിക്ക് ഒളിച്ചോടണം.